നമ്മൾ ഫോൺ അധികമൊന്നും ഉപയോഗിക്കാതെ തന്നെ ഫോൺ സ്ലോ ആകും, ചൂടാകും, ബാറ്ററി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും, ഹാങ് ആവും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതെല്ലാം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സെറ്റിംഗ്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഈ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വരും. ആ സെറ്റിംഗ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ആൾ സൈറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ സൈറ്റുകളിലാണ് പോയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിരിക്കുന്നത് അതിനെപ്പറ്റി എല്ലാം തന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബ്രൗസിങ് ഡാറ്റയാണത്. അപ്പോൾ ഇതൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. അതായത് സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. ഈ സ്റ്റോറേജ് കുറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പീഡും കുറയും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജും പെട്ടെന്ന് തന്നെ തീർന്നു പോകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടുക. നമ്മളിവിടെ ഓരോന്നായിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മേൽഭാഗത്തായിട്ട് ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടൈം റേഞ്ച് എന്നൊരു ഭാഗത്തൂടെ ലാസ്റ്റ് 1 hour എന്നാണ് കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ആൾ ടൈം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ കുറച്ച് ടിക്ക് മാർക്കുകൾ നമ്മൾ കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ടിക്ക് മാർക്കുകൾ ഒഴിവാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ ബ്രൗസിംഗ് ഹിസ്റ്ററി, അതായത് നമ്മൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്ന ബ്രൗസിംഗ് ഹിസ്റ്ററി മുഴുവനുമായി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ ഒരു ടിക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതും ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ക്യാഷ് ഇമേജ് ആൻഡ് ഫയൽസ്, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള ക്യാഷയും അതുപോലെ തന്നെ ഇമേജസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ കിടക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഏകദേശം ഈ ഫോണിൽ 406 MB ആണ് കാണിക്കുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ടാബ്സ്, ഈ ടാബ്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് 3 എണ്ണം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട്, അതായത് സേവ്ഡ് പാസ്വേഡ് എന്ന് കാണുന്നില്ല, അതിലൊന്നും നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കരുത്. കാരണം നമ്മളത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വെബ്സൈറ്റുകൾ നമ്മൾ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടാകും. അതിൽ നമ്മൾ പാസ്വേഡും അതുപോലെ തന്നെ Gmail ID വെച്ചിട്ടൊക്കെ നമ്മൾ എന്നും കയറുന്ന വെബ്സൈറ്റുകളായിരിക്കും. അപ്പോൾ നമ്മൾക്കത് ആ ഒരു Gmail ID അതിൻ്റെ പാസ്വേഡുകളൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങളത് ഒഴിവാക്കി കൊടുക്കുക. സേവ്ഡ് പാസ്വേഡ് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുക. ശേഷം താഴെ ഡിലീറ്റ് ഡാറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന എല്ലാ ഡാറ്റാസും നമുക്കിവിടെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതിനുശേഷം ഈ ടാബ്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഫുള്ളി ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ടാബ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ക്രോം ബ്രൗസറിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഈ 3 ഡോട്ടിന് തൊട്ട് പുറത്തായിട്ട് 6 എന്ന് കാണിക്കുന്നില്ല. ഈ 6 എന്ന് കാണിക്കുന്നത് നമ്മളുടെ ഫോണിൽ നമ്മൾ എത്ര വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്തു, അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടെ നോക്കിയിരിക്കുന്നത് എല്ലാം തന്നെ ഒരു സ്റ്റോറായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടാനായിട്ട് മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആൾ ടാബ്സ് എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ക്ലോസ് ആൾ ടാബ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഇവിടെ നിന്നും റിമൂവ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി തന്നെ എല്ലാം തന്നെ ഒപ്പത്തിൽ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ശേഷം സൈറ്റ് സെറ്റിംഗ്സിലേക്ക് തന്നെ തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് താഴെയായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കൊളാപ്സ് അൺവാണ്ടഡ് റിക്വസ്റ്റ് റെക്കമെൻഡ് എന്നാണ് ഉള്ളത്. എന്നാൽ ഇതുവഴി നമ്മൾ കയറിയിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. നമ്മൾ എന്ത് ചെയ്തിട്ടും നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ, വെബ്സൈറ്റുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങളത് എല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഡോണ്ട് അലോ സൈറ്റ് സെൻഡ്സ് നോട്ടിഫിക്കേഷൻ എന്ന ആ ഒരു ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വെബ്സൈറ്റുകളും
ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നമുക്ക് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും. ബാറ്ററി ലോങ് ടൈം ആയിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അടുത്ത അവസാനത്തെ വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സിലേക്ക് പോകാം. ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് വരിക. ഇവിടെ സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ നോ പ്രൊട്ടക്ഷൻ എന്നൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിലേക്ക് അത് മാറ്റി കൊടുക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് അതിൽ നിന്നുള്ള ഡേഞ്ചർ ആയിട്ടുള്ള സൈറ്റുകളാണെങ്കിൽ അതിൽ നിന്നുള്ള വൈറസുകളും അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഹാക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആ വെബ്സൈറ്റുകളിൽ നിന്നും നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. അതിലൂടെ നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും അതിലൂടെയും ഇത്തരത്തിലൊക്കെ വരാറുണ്ട്. ഇതൊക്കെ നമുക്ക് തടയാനായിട്ട്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഏറ്റവും മുകളിലുള്ള ആ സെറ്റിങ്സിലേക്ക് മാറ്റി കൊടുക്കുക എന്നതാണ്. സേഫ് ബ്രൗസിംഗ് എന്നതിന് കുറച്ച് മുകളിലായിട്ട് തന്നെ ഇവിടെ പ്രീ ലോഡഡ് പേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ പ്രീ ലോഡഡ് എന്നാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും മുകളിലേക്ക് മാറ്റി കൊടുക്കുക. നോ പ്രീ ലോഡിംഗ് എന്നതിലേക്ക് മാറ്റി കൊടുക്കുക. കാരണം നമ്മൾ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു പേജ് ഓട്ടോമാറ്റിക്കലി തന്നെ പ്രീ ലോഡ് ആകാനായിട്ടുള്ള ഒരു സംവിധാനമാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നമുക്ക് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണ് ഹാങ് ആകുന്നതും ചൂടാകുന്നതൊക്കെ ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സെൻഡ് എ ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്ന ആ ഒരു ഭാഗം, ശേഷം ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഫോൺ ഏതെങ്കിലും രീതിയിൽ ട്രാക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. ശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഒരു പേജിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഫോണിൽ അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ആദ്യത്തെ ഓപ്ഷനാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളതിനെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ആ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അത് നമ്മൾ മാറ്റി കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണം എന്നതിനെ കുറിച്ച് അറിയാനായിട്ട് അതിൻ്റെ നേരെ തന്നെ ഒരു ആരോ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും സൈറ്റ്സ് കനോട്ട് യൂസ് തേർഡ് പാർട്ടി കുക്കീസ് ടു പേഴ്സണലൈസ്ഡ് കോണ്ടന്റ് ആൻഡ് ആഡ്സ് ലേൺ അബൌട്ട് ആക്ഷൻസ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് കടക്കുന്ന സമയത്ത് അതിലുള്ള തേർഡ് പാർട്ടി കുക്കീസുകൾ വെച്ചിട്ട് നമ്മുടെ ഫോണിലേക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മൾ നോക്കുന്നതിനനുസരിച്ചുള്ള ആഡ്സുകൾ, അതായത് പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. അത് ഇതിലേക്ക് ഓണായി കിടക്കുന്നത് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ആ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ആ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ ഈ സെറ്റിങ്സ് മാറ്റി കൊടുക്കുക. ഇത് കൊടുക്കുന്നത് ഈ സെറ്റിങ്സുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ചൂടാകുന്നതും അതുപോലെ തന്നെ ഹാങ് ആകുന്നതും ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതും അത് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ടും ഇത് നമുക്ക് മാറ്റുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.